നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്നേഹ, എന്താ ഇത്? നിന്റെ ഫേസ് എന്താ എങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് തീരെ വയ്യ ധനുഷ്. ചിക്കൻ ബോക്സാ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. കൂടെ നിന്ന് ചതിച്ച അവനെ കല്യാണം കഴിക്കാൻ അവൾക്ക് ഒരു കുറ്റബോധവും തോന്നിയില്ലല്ലോ. നന്ദേട്ടൻ ഈ വീട്ടില് അവന് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തതല്ലേ, എന്നിട്ടും അവനത് മിസ്യൂസ് ചെയ്തു. അതിലിപ്പോ ഇത്ര വലിയ തെറ്റൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നും കാണുന്ന ഒരാളെ അവൾ ഇഷ്ടപ്പെട്ടു പോയതില് അവളെ ആർക്കാ കുറ്റം പറയാൻ പറ്റുക? നന്ദേട്ടൻ തന്നെയാ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത്. അതെ, മതി. ഒരു നല്ല ദിവസമായിട്ട് നമുക്ക് ഈ സംസ്ഥാനത്തെ ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു തന്നെ തീർക്കണം. പിന്നെ ഈ ലോകത്ത് വേറെ ആരും പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ദേ, നിങ്ങൾ ആരൊക്കെ ശ്രമിച്ചാലും എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ കൈനീട്ട് കൊടുക്കാതിരുന്നത്. പിന്നെ അവള് കരഞ്ഞത് ഇതൊന്നും കണ്ട് എന്റെ മനസ്സലിയില്ല. ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങളെ കരയിച്ചത് അവള്. നാശം. എന്നിട്ട് അച്ഛൻ അവളോട് ക്ഷമിച്ചല്ലോ. അച്ഛനേക്കാൾ വലിയ വിഷമമൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അവളോട് ഇത്ര ശത്രുത? അതോ ഇനി അവള് മരിച്ചാൽ ഈ ശത്രുത മാറുന്നുണ്ടോ? അതിനവള് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. കൺമുന്നിൽ ഇങ്ങനെ പന പോലെ വളർന്ന് നിൽക്കുവല്ലേ. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാ. മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോ മാത്രമേ നമ്മൾ ആരാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ട് ഒത്തുതീർപ്പിലാവുന്നു. പിന്നെയാ രണ്ട് മനുഷ്യന്മാർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും അവരോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. അല്ല, അപ്പൊ നീ അമ്പലത്തിൽ പോകാൻ വരുന്നില്ലേ? തന്നെത്താനങ്ങ് പോയാ മതി. ഇനി ഒരിടത്തേക്ക് പോവാനും സന്ദീപ് എന്നെ വിളിക്കണ്ട. മാറങ്ങോട്ട്. എന്തൊക്കെ പറഞ്ഞാലും സന്ദീപ് നന്ദേട്ടനും ചെയ്തത് ശരിയായില്ല. നന്ദേട്ട അങ്ങനെ ചെയ്യുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഒരു നല്ല വിഷുവായിട്ട് അവളെ കരയിച്ചില്ലേ? എന്തൊക്കെ പ്രതീക്ഷകളോടെയാ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത്. നന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഒരാളോട് എന്തെങ്കിലും ഒരു ശത്രുത തോന്നിയ പിന്നെ അതിന്ന് പിന്നെ ഒട്ടും മാറില്ല. സന്ദീപ് നന്ദേട്ടന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. നന്ദേട്ടന്റെ നിഴല അവൻ എപ്പോഴും. ധനുഷ് സ്നേഹം വരുന്നില്ലെന്ന് പറഞ്ഞത് ഞാൻ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒടുവില് അതിങ്ങനെയായി. ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? നന്ദേട്ടനെ തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സന്ദീപിനാണെങ്കിൽ വാശി കൂടുതലോ. ഇനിയിപ്പോ നീ വിചാരിച്ച മാത്രമേ എന്തെങ്കിലും നടക്കൂ. സഹോദരങ്ങൾ തമ്മില് എല്ലായിടത്തും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. ഇതുപോലെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചെന്നും വരും. എന്ന് വെച്ച് മരണം വരെ ആരും ആ ശത്രുത കൊണ്ട് നടക്കില്ല. ജീവിതം അങ്ങനെ ശത്രുത കൊണ്ട് നടക്കാനുള്ളതുമല്ല. ഇതൊക്കെ ഈ നന്ദേട്ടൻ ഇനി എന്ന് മനസ്സിലാവാനാ? സത്യത്തില് അവള് കരഞ്ഞോണ്ട് പോകുന്ന കണ്ടപ്പോ എനിക്കും സങ്കടം തോന്നി. സച്ചേട്ടാ, ധനുഷിനെ അവള് കല്യാണം കഴിക്കുന്നതില് ഞാനും എതിർത്തിട്ടുണ്ട്. കല്യാണം തടയാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുമുണ്ട്. സ്നേഹയോട് എതിർത്ത് സംസാരിക്കുന്നതിന്റെ പരമാവധി എതിർത്ത് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ സച്ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് സ്നേഹ ജീവന. അവളോട് ആരെങ്കിലും മുഖം കറുത്തൊരു വാക്ക് സംസാരിക്കുന്നത് പോലും അച്ഛന് ഇഷ്ടമല്ല. എന്തായാലും അവൾ അവനെ വിവാഹം കഴിച്ചു. ഇനി അവരുടെ വിധി അവരനുഭവിക്കട്ടെ. ഇപ്പൊ ധനുഷ് സ്നേഹയുടെ ഭർത്താവാ. സച്ചേട്ടനെ ആരെങ്കിലും അപമാനിച്ച എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയല്ലേ അവക്കും. ഏതൊരു പെണ്ണിനും സ്വന്തം ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അതിപ്പോ എത്ര ദുഷ്ടനായാലും ശരി.
താൻ ചെന്ന് അവളോട് രണ്ട് നല്ല വാക്ക് സംസാരിക്കണം. അതവൾക്കൊരു ആശ്വാസമാവും. സന്ദീപ് കൈനീട്ടം കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് അവളുടെ കയ്യിൽ കൊടുക്കാതെ ആ താലത്തിലേക്ക് തിരികെ ഇട്ടപ്പോ സത്യം പറഞ്ഞു എന്റെ ചങ്കിടിച്ചു പോയി. ഞാനായിരുന്നെങ്കിൽ അവിടെ ബോധം കെട്ട് വീണാന്. അവളുടെ ഏട്ടനല്ലേ? ഏട്ടനെന്ന് പറഞ്ഞ ആരാ? അച്ഛന് തുല്യല്ലേ? സന്ദീപിനെ തിരുത്തുകയെന്ന് പറഞ്ഞാൽ അതിപ്പോ നടക്കും തോന്നില്ല. എന്തായാലും നേരം വിളിക്കട്ടെ. ഞാൻ അവളോടൊന്ന് സംസാരിക്കാൻ സജ്ജേട്ടാ. ഈ സന്ദീപിന്റെ ഒരു കാര്യം. സ്നേഹ, എന്താ ഇത്? നിന്റെ ഫേസ് എന്താ എങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് തീരെ വയ്യ ധനുഷ്. ചിക്കൻ ബോക്സാ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അവന്തിക്ക് വിളിച്ച് കാര്യം പറയാം. അവള് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ധനുഷിനിപ്പോ തിരിച്ചു വരാൻ പറ്റുമോ? ഞാനൊരു മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് നിന്റെ അടുത്ത് ഓടി എത്തണമെന്നുണ്ട്. പക്ഷേ ഞാനവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനിരുന്ന അസുഖം കൂടും. ഉടൻ തന്നെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഞാൻ ഇപ്പൊ അവധിക്ക് വിളിക്കാം. നീ ഫോൺ വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.